ഒരു നബി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ദഅവത്ത് നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കിട്ടിയത് 3 മുതൽ 10 വരെ. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ചില നബിയുടെ 3 ഉണ്ടാകാം, വേറെ ചില നബിയുടെ 4 ഉണ്ടാകാം, വേറെ ചില നബിയിൽ 9 ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരു നബിയെ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം, ഒരു നബി അല്ലാഹു തആല അയച്ചിട്ടുള്ള ഒരു നബിക്ക് ദഅവത്ത് ചെയ്തിട്ട് ആകെ കിട്ടിയത് 3 അല്ലെങ്കിൽ 9 ഇടയിലുള്ള ആളുകളാണ്. പിന്നെ പറയുന്നു വന്നബിയു വമഅഹു അർറജുൽ, വേറൊരു നബി അദ്ദേഹത്തിന് ദഅവത്തിന് ചെയ്ത് കിട്ടിയത് ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവിതകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ട് കിട്ടിയത് ആരെയാണ്? ഒരു വ്യക്തി, അർറജുൽ, ഒറ്റ വ്യക്തി. വന്നബിയു വമഅഹു അർറജുൽ വറജുലാൻ, വേർച്ചലാക്കി 2 ആൾ. വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഹക്കിനാണ് പ്രാധാന്യം. ഒരുപാട് ആളുകൾ ഉണ്ടായി എന്നുള്ളതല്ല. ഒരു നബിക്കാണ്, ഒരു ദാഇ അല്ല, ഒരു പ്രാസംഗികനോ അല്ല, ഒരു പണ്ഡിതനോ അല്ല, ഒരു നബി. നബി എന്ന് പറഞ്ഞാൽ ഇൽമെല്ലാം പൂർത്തിയായിട്ടുള്ള ആളാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ആ ഇൽമ് എത്തിച്ച ആളായിരിക്കും. ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള, ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും നബി ആയിട്ടുള്ള ആളുകൾ, സംശയമില്ല. അങ്ങനെ ഉണ്ടായിട്ട് ആ നബിക്ക് ഒരാളാണ്. അദ്ദേഹം പറയുന്നു വലൈസത് ബികസ്റത്തിന്നാസ്, ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതല്ല. ഫമൻ കാന അലൽ ഹഖി ഫഹുവ ഉമ്മ വലൗ കാന വാഹിദ്, ഒരാൾ സത്യത്തിലാണെങ്കിൽ അവൻ തന്നെയാണ് ഉമ്മത്ത്, അവൻ തന്നെയാണ് ഉമ്മത്ത്. വകസ്റത്തുൻ നാസ് ലൈസത് അലാമത്തുൻ അലൽ ഹഖ്, ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഭാഗം സത്യമാണ് എന്ന് അറിയിക്കുന്നില്ല.